ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു വിഷു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തേക്കാന്ന്. കുറേ ദിവസമായി ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. പക്ഷേ എൻ്റെ മടി കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നാണ് ഒരു പെർഫെക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന്. എത്രത്തോളം എനിക്ക് ഈ വീഡിയോസിൽ ഇന്നത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം ഞാൻ എല്ലാം എടുക്കാൻ ശ്രമിക്കാട്ടോ. അപ്പോൾ വിഷു ആയതുകൊണ്ട് ഞാൻ രാവിലെ ഇപ്പോൾ എണീച്ചുകൊണ്ടാണ് എൻ്റെ ഫേസും കോലൊക്കെ ഇങ്ങനെ ഇട്ടാ. സമയം ഇപ്പം ഏകദേശം 4:30. അപ്പോൾ വിഷുവിന് ആദ്യം തന്നെ വിഷുക്കണി ഒരുക്കണം. വിഷുക്കണി ഞാൻ ഇന്നലെ കുറച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുളിച്ച് വിളക്കൊക്കെ വെക്കണം. അപ്പം ഇനി എല്ലാം റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഇന്നലെ സെറ്റാക്കി വെച്ചത്. ഇനിയും കുറച്ചും കൂടി ഇതിൽ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി. ഇനി പിന്നെ വിഷു കോടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് ടൈമാണ് വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എത്രത്തോളം കറക്റ്റായിട്ട് ഒരുക്കിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് കണി റെഡിയാക്കിയത്. അപ്പോൾ അത് എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും അറിയില്ല. ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മുംബൈയിലാണ് താമസിക്കുന്നത്. അപ്പം നാട്ടിലെ വിഷുവും ഇവിടുത്തെ വിഷുവും എൻറ്റയർലി ഡിഫറെൻറ്റ്. നമുക്ക് ആ നാട്ടിലൊരു വൈബ് എന്തായാലും കിട്ടൂല ഇവിടെ. ഈ അവസരത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നാട്ടിലെ വിഷുവൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. പിന്നെ ഫാമിലി, പേരൻസ് എല്ലാവരെയും മിസ് ചെയ്യാണ്. എന്തായാലും നാട്ടിലാഘോഷിക്കുന്ന ആ രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റില്ല. എത്രത്തോളം പറ്റുന്നോ, നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ചെയ്യാം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ലേറ്റ് ആക്കുന്നില്ല. വിളക്കൊക്കെ വെച്ചിട്ടൊന്ന് നമുക്ക് വിഷുക്കണി കാണാം കേട്ടോ. അങ്ങനെ വീട്ടിലെ കണിയൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിൽ പോകുന്ന വഴിയാണ്. ഇതാണ് ഇവിടുത്തെ മുംബൈയിലെ അമ്പലം. നമ്മളെ വീട്ടിൻ്റെ ജസ്റ്റ് ഒരു 5 to 10 minutes ഉണ്ട് ഇവിടത്തേക്ക് വാക്ക്. അങ്ങനെ ഇവിടെ 2 അമ്പലമുണ്ട് കേട്ടോ. ഒന്ന് അയ്യപ്പൻ്റെയും ഇനിയൊന്ന് ശിവൻ്റെയും. അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം. അവിടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്നൊക്കെ. അപ്പം അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. ഇവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മളെ അമ്പലത്തിൽ വെച്ചിട്ടുള്ള കണി. അങ്ങനെ അമ്പലത്തിലെ കണിയൊക്കെ കണ്ട് ഇത് മറ്റേ ചന്ദനം ഞാൻ ഹസ്ബൻഡിന് തൊട്ട് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് ശിവൻ്റെ അമ്പലത്തിലേക്ക് പോയി. ശിവൻ്റെ അമ്പലത്തിൽ പോയാലാണ് ഇവിടെ കുറേ കാക്കകളുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ ഈ ഏരിയ എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. നല്ല രസമാണ് രാവിലെ ഇവിടെ ഇങ്ങനെ പോയി നിൽക്കാൻ. കാരണം ബാക്ക് സൈഡ് ബീച്ചാണ്. ബീച്ചൊക്കെ ഇങ്ങനെ കണ്ട് ഈ യോഗ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു തിരിച്ച് വീട്ടിലെത്തിട്ടോ. ഇനി ഉച്ചക്കത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പം നമുക്ക് സദ്യ ഉണ്ടാക്കാൻ പോയാലോ. അങ്ങനെ സദ്യ ഉണ്ടാക്കൽ പരിപാടീസാണ്. ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ് സാമ്പാറിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ.
സാമ്പാർ റെഡിയായി. അപ്പോൾ സാമ്പാർ റെഡിയായി തരാമെന്നാണ് ഞാൻ ഓർക്കുന്ന. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ എന്ന്. എൻ്റെ സദ്യ ഉണ്ടാക്കൽ ബിസിയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങ് മറന്നുപോയി. അങ്ങനെ ദോശമാവ് ഉണ്ടായിരുന്നു, ഞാൻ ദോശ ഉണ്ടാക്കി. പിന്നെ സാമ്പാർ ഓൾറെഡി ആയതുകൊണ്ട് ദോശയും സാമ്പാറും കൂട്ടി കഴിച്ചു. പിന്നെ അങ്ങനെ ഞാൻ അടുത്ത പരിപാടി ഇതെന്താ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആ പരിപാടി തുടങ്ങി. അതിൻ്റെ നടുക്ക് ഞാൻ കുറേ മോരുകറി അതൊക്കെ ഉണ്ടാക്കിയിട്ടാ. പിന്നെ ഇത് ക്യാബേജ് വറവ്, ഇപ്പുറത്ത് നമ്മളെ പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങൾ വേവിക്കാൻ വെച്ചേക്കാം. അങ്ങനെ ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ലാസ്റ്റായിട്ട് പായസം ഉണ്ടാക്കാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചെമ്പാവ് പുന്നെല്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ അപ്പം ഗായ്സ് സദ്യയൊക്കെ റെഡിയാക്കി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഇത് മറ്റേ നമ്മുടെ ചിപ്സ്, എന്താ ബനാന ചിപ്സ്, ഇത് ഇഞ്ചിപ്പുളി, ലൈക്ക് പുളിയിഞ്ചി, അതാണ്. അച്ചാറുണ്ട്. പിന്നെ ഇതിനെന്താ പറയുക, പിച്ചടി ഉണ്ട്. പിന്നെ കൂട്ടുകറി എന്നല്ലേ പറയുക, കടലേൻ്റെ ഇത്, അതുണ്ട്. പിന്നെ നമ്മുടെ ഓലനുണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജ് വറവുണ്ട്, പപ്പടമുണ്ട്, ചോറുണ്ട്, സാമ്പാറുണ്ട്, മോര് കറിയുണ്ട്. പിന്നെ നമ്മുടെ രസം, പായസം. യെസ്, അപ്പം ഇത്രയും ഞാൻ റെഡിയാക്കി. ഇനി എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പാണ് എണീച്ചിട്ട് വേറെ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കത്തിയത്. സിനിമ കാണാൻ പോവാം. ചെയ്യാൻ വേറെ ഒന്നും പണിയില്ലെങ്കിൽ നമുക്കിതാണ് പരിപാടി. എന്തായാലും മലയാളം സിനിമ ഉണ്ടോ നോക്കുക, കാണാൻ പോവാം. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയില്ലേ, അപ്പം അത് കാണാൻ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇനി എന്തായാലും മൂവിയൊക്കെ കണ്ടിട്ട് കാണാം കേട്ടോ. സിനിമ കാണാൻ പോകുന്നതാണ്. നമ്മൾ ടാക്സിയിലാണ് കേട്ടോ പോവാറ്. ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ സംതിങ് ഉണ്ട്. ദൂരെയാണ് നമ്മുടെ മാളുള്ളത്. മാളിലാണ് കാണാൻ പോകുന്നത്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ട്രാവലിംഗ് ചെയ്താൽ ഒരു മൈൻഡ് റിലാക്സ് ആയിരിക്കും. അങ്ങനെ എത്ര പേരുണ്ട് കഴിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ട്രാവലൊക്കെ ചെയ്ത് വരുമ്പം മൈൻഡൊന്ന് ഫ്രഷായി കിട്ടും. അപ്പം അങ്ങനെ പോവലാണ്. ഇതൊക്കെ മുംബൈ ആണ് കേട്ടോ, മുംബൈ നഗരം. അങ്ങനെ നമ്മൾ മാളെത്തി. ഇത് വിചാരിച്ച മാതിരൊന്നും അല്ല കേട്ടോ. ഞാൻ വിചാരിച്ച ചെറിയ മാളായിരിക്കുമെന്ന്, പക്ഷെ വലിയ മാളാണ്. പിന്നെ അങ്ങനെ മാളിൽ ഇതെന്താ റൂട്ട് മാപ്പ്, ഡയറക്ഷനൊക്കെ നോക്കുകയാണ് എവിടെയാണ് തിയേറ്റർ ഉള്ളത്. അങ്ങനെ ഡയറക്ഷനൊക്കെ നോക്കിയിട്ട് ആദ്യം തന്നെ നമുക്ക് നല്ല വിശപ്പ്. മാളിൽ കയറിയാൽ പിന്നെ അത് ഭയങ്കര വിശക്കും, അതെന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് തപ്പുവാണ് എവിടെയാണ് ഫുഡ് ഉള്ളത് എന്നിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഫുഡിൻ്റെ സ്ഥലം കിട്ടി. അവിടെ നിന്ന് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഇനി ഏകദേശം 1 മണിക്കൂറുണ്ട് സിനിമ കാണാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം മെല്ലെ കഴിച്ചാൽ മതി എന്ന് വെച്ചിട്ട് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഐനക്സിലേക്ക് പോയി. അങ്ങനെ സിനിമയൊക്കെ കണ്ടു. നല്ല സിനിമയായിരുന്നു. ഇത് ഉള്ളിലാണ് കേട്ടോ തിയേറ്ററിൻ്റെ, അതാ ഇരുട്. സിനിമയൊക്കെ നല്ലതായിരുന്നു. ഇത് പിന്നെ ഞാൻ വൈൻഡപ്പ് അവിടെ ചെയ്തതാണ്, പക്ഷേ എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല, അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിഷു ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.